ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമ്പിൾ റെസിപ്പീസ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈലിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു 150 ഗ്രാംസ് ഓഫ് ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഇടുക. കൂടെ തന്നെ ഒരു 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊന്ന് നന്നായി വറ്റി വരുന്നവരെ നന്നായിട്ട് വേവിക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മിക്സീൻ്റെ ഒരു ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു 9 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒപ്പം തന്നെ ഒരു 5 പീസ് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അതേ ജാറിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വന്ന ശേഷം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച മിക്സ് ഒന്ന് ഇതിലേക്ക് ഇടുക. ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്കൊരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ടുകൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക.
ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ പൾസ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളീൻ്റെ മസാലയിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 5 കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കാൻ നേരം ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ടൊന്ന് ഫുൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ റോൾ ചെയ്തെടുക്കേണ്ട ദോശ ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി 5 മിനിറ്റ് സോക്ക് ചെയ്തത് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും. ഇത് മൊത്തം ചെയ്തെടുക്കാൻ നമുക്ക് 3/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്നൊരു 1/4 കപ്പ് മാത്രം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് അരച്ച ശേഷം ഒരു മുട്ടയും ഒപ്പം തന്നെ 1/2 കപ്പ് മൈദ ആഡ് ചെയ്യുക. കൂടെ ബാക്കിയുള്ള വെള്ളവും ആഡ് ചെയ്തൊന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുമ്പോൾ ചുറ്റിച്ചെടുക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് ദോശകൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി ആ ദോശയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഒരു മസാലക്കൂട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളും റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിനൊരു കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത മുട്ടയിലേക്ക് ഓരോ റോൾ വീതം ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് ഇനി ബാക്കിയുള്ള റോൾസും ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്ത് വെച്ച റോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല തിളച്ച ഓയിലിലേക്ക് നമ്മൾ റോൾസൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.